ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1917 ദിവസമായി ഇന്ന് 2026 ആഗസ്റ്റ് മാസം 14 വെള്ളിയാഴ്ച. 1201 ആണ്ട് കർക്കിടക മാസം 29 ഗുരുവചനങ്ങളിലൂടെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം ഈ 4 ആശ്രമങ്ങളിൽ വെച്ച് ഗൃഹസ്ഥാശ്രമം ഏറ്റവും ഉത്തമമാണെന്ന് വിദ്വാൻമാർ അഭിപ്രായപ്പെടുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവിൽ എന്ന പുസ്തകത്തിൽ സാധന എന്ന് വിവരിക്കുന്നതിന്റെ 33-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ശാസ്ത്ര സത്യങ്ങളെപ്പറ്റി മനുഷ്യന്റെ പ്രിയഭാവങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നതും പ്രിയഭാവങ്ങളെപ്പറ്റി ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുന്നതുമായ തത്വദർശനം ദുർലഭം തന്നെയാണ്. ഉപനിഷത്തുകളിൽ അവസാനത്തവയിൽ പെടുന്നതെന്ന് പണ്ഡിതലോകം കരുതുന്ന സേതാശ്വതരോപനിഷത്തിൽ അറിവും ആനന്ദവും തമ്മിലുള്ള അഭിന്നത സമർത്ഥമായി വെളിപ്പെടുത്തിയിരിക്കുന്നതിന്റെ സാരാംശം നോക്കുക. കാലം, ആകൃതി എന്നിവയ്ക്ക് അതീതവും അന്യവുമാണ് ആ വൃക്ഷം. അത് മുഖാന്തരം ഈ പ്രപഞ്ചം പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ധർമ്മത്തിന് ആധാരവും പാപനാശനവും മഹത്വത്തിന്റെ ഈശനുമായ അതിനെ അമൃതവും വിശ്വധാമവും ആത്മസ്ഥവുമായി അറിയുക. ആരുടെയും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ആത്മാനുഭൂതി പ്രധാനമായ ഈ ദൃഢബോധത്തിന്റെ അസന്നിഗ്ധതയും ലാളിത്യവും ഭഗവത്ഗീതയിൽ പറയുന്ന സാരാംശവും നോക്കുക. ഇത് രാജവിദ്യയാണ്, രാജഗുഹ്യമാണ്, പവിത്രവും ഉത്തമവുമാണ്, പ്രത്യക്ഷാവകമാണ്, നേർവഴി നയിക്കുന്നതും അഭ്യസിക്കാൻ എളുപ്പമുള്ളതുമാണ്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേ.